ഖലീഫ എന്നൊരു മൂവി കണ്ടു. ഇപ്പോൾ കണ്ടുപോലും മോർണിംഗ് 9 AM ഷോ. ഞാൻ പോകുന്ന ആലുവ മാധുര്യ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് പോയത്. സിനിമ എന്ത് തോന്നി കണ്ടിട്ട്? എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒറ്റ വാക്കി പറഞ്ഞാൽ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ പൊതുവേ മോർണിംഗ് ഷോ പോവില്ല. കാരണം എനിക്കിപ്പോൾ വർക്ക് കഴിഞ്ഞ് രാവിലെ ഉറങ്ങുക, രാവിലെ തന്നെ ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് സാധാരണ പോകുന്ന ഷോയ്ക്ക്. ഇപ്പോൾ വിശ്വനാഥൻ സൺസ് പോയി ഞാൻ ഫസ്റ്റ് ഡേ നൈറ്റാണ് കാണുന്നത്. രാവിലെ ഉറങ്ങി എഴുന്നേക്കുക, വൈകുന്നേരം അങ്ങനെ പോയത്. ഇതെനിക്ക് ഓക്കെ, രാവിലെ ഉറക്കം ഉറങ്ങാണ്ട് നേരെ പോയി റിസ്ക് എടുത്ത് കണ്ടു നോക്കാം, ഫസ്റ്റ് തന്നെ പോയി കാണാം വിചാരിച്ചു. കണ്ടതിന് നഷ്ടം ഉണ്ടായില്ല. എന്തായാലും ഞാൻ കണ്ട തിയേറ്ററെ കുറിച്ച് പറയാം. അതിന് മുമ്പ് സിനിമ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് തെറ്റായ പടത്തിൻ്റെ പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ്. പലർക്കും പല ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടാവാം. ഇതെൻ്റെ ഒപ്പീനിയൻ, ഓക്കെ. അപ്പോൾ ഈ പടത്തിൻ്റെ കേസ്, ഈ ഡയറക്ടർ ഉണ്ടല്ലോ, ഡയറക്ഷൻ ബൈ വൈശാഖ്. എനിക്ക് പേഴ്സണലി വൈശാഖിൻ്റെ ഈ പോക്കിരി രാജ, മധുര രാജ, സീനിയേഴ്സ്, സൗണ്ട് തോമ, ഇദ്ദേഹം ചെയ്ത പടങ്ങളല്ല, ഡയറക്റ്റ് ചെയ്ത പടങ്ങളാണ്. പുലിമുരുകൻ ഇഷ്ടമാണ്, പക്ഷെ ഇഷ്ടമല്ലാത്തൊരു സാഹചര്യമാണ് എനിക്ക്. കാരണം ഈ പടത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ തകരാറ് തോന്നിയിട്ടുണ്ട്. പോക്കിരി രാജ എനിക്ക് നല്ല സിനിമയാണ്. പക്ഷെ എവിടേക്കോ മറ്റേ എൻ്റെ ജീവനായൊരേട്ടനല്ലേ, എവിടേക്കോ മൂടും ഈ പടത്തിൻ്റെ. അത് പൃഥ്വിരാജൻ കാണിക്കുന്ന ആക്ഷൻസ് കൊണ്ടാണ്, മമ്മൂട്ടി കാണിക്കുന്ന ആക്ഷൻസ് കൊണ്ടാണോ, നീ പോടേ, ഇപ്പം അത് ക്രിഞ്ചാ. പക്ഷെ എനിക്ക് ആ ടൈമിലൊക്കെ വലിയ സെലിബ്രേഷനായി പറയുന്ന പോക്കിരി രാജ. പക്ഷെ ഇപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രിഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. ട്രോള് വരുന്നുണ്ട്. മറ്റേ സോങ് ചെന്തെങ്ങിൽ പുന്നില നീറുണ്ട്, അതൊക്കെ ഇപ്പോൾ ട്രോളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അതിലെ മമ്മൂട്ടിയുടെ മീശ വെച്ച് പോലെ ഇപ്പോൾ ട്രോളുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് ആ കാലഘട്ടത്തിൽ കണ്ടിട്ടും എനിക്ക് പോക്കിരി രാജ അകത്തകത്ത് എവിടേക്കോ ഒരു ഇത്. ഇപ്പോൾ ഈവൻ മധുരരാജയുടെ കേസ് പറയാം, എനിക്ക് പേഴ്സണലി മധുരരാജ വൈശാഖിൻ്റെ പടം പോക്കിരി രാജയെക്കാളും ഇഷ്ടപ്പെട്ടൊരു പടം ഉണ്ടെങ്കിൽ മധുരരാജയാണ്. പോക്കിരി രാജയേക്കാളും എനിക്ക് വർക്ക് ആയത് മധുരരാജയാണ് പേഴ്സണലി, എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ എന്താണ്, മധുരരാജ കണ്ടാലും എന്താ പുലിമുരുകൻ എടുത്ത് വെച്ച പോലെയാണ്. ഡാഡി ഗിരിജ അതേപോലെ ഉണ്ട് ഇതിലും. കാടും അവിടെ പുലിക്ക് പോയാലും അവിടെ പട്ടി. പുലിമുരുകൻ കേസ് പറഞ്ഞാലും മണിക്കുട്ടൻ, എനിക്ക് അവിടെയൊക്കെ കുറിച്ച് എവിടേക്കും ഒരു വർക്കാവാത്തൊരു പടത്തിനകത്ത് നോക്കുവാണെങ്കിൽ. പക്ഷെ ഓൾ ഓവർ ഫൈനൽ ഔട്ട്പുട്ട് മൂവി ഇഷ്ടപ്പെട്ടാലും അകത്തെ കുറച്ച് നമ്മൾക്ക് വർക്കാവാത്ത കുറച്ച് എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വൈശാഖിൻ്റെ ഏതൊക്കെ ഒരു സ്ഥിരം പാറ്റേൺ പോകുന്ന പടം. അപ്പോൾ ഈ പടം എന്ന് പറഞ്ഞാൽ ട്രെയിലർ കണ്ടിട്ട് കിളിപോയി. ഈ പടത്തിൻ്റെ പടം കണ്ടിട്ട് തന്നെ വൈശാഖാണ് എടുത്തതെന്ന് തോന്നുന്നു. കാരണം ഈ പഴയ ഡയറക്ടേഴ്സ് പറയുന്ന ഇപ്പോൾ പുതിയ കൃഷ്ണ നേരട എഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പ്രെഡിക്റ്റബിൾ ഗാനം, പഴയ കഥ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോഴത്തെ ഈ പഴയ ആൾക്കാർക്ക് നല്ല പണി പിടിച്ചിരിക്കാൻ. ഇപ്പോൾ ലെജൻഡറി ഡയറക്ടർ ഉണ്ട് ശങ്കർ. ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന പടങ്ങളുടെ അവസ്ഥ ഓർത്ത് നോക്കി, എങ്ങനെ നിന്നാളാ ശങ്കറിൻ്റെ അവസ്ഥ. അതുപോലെ ഈ ഇപ്പോൾ റീസെൻ്റ്ലി വരവ് എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്താരാ, ജോർജ് ജോർജിൻ്റെ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഒരു റിവ്യൂവർ ഫേമസ് ആണ് ആള്. പഴയതാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒന്നുമില്ല. ഈ പറയുന്ന പഴയ ആൾക്കാർക്ക് ഇവിടെ പുതിയ ഓഡിയൻസായിട്ട് വർക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ പണിയാണ്. വൈശാഖ് എങ്ങനെ വർക്ക് ചെയ്തെടുത്തു നോക്കണം. കാരണം ഞാൻ ഞെട്ടി. കാരണം ഇന്ന് പറയുന്ന ഈ പടം കണ്ടാൽ നമുക്ക് തോന്നും ഇപ്പോൾ ലോകേഷിൻ്റെ പടങ്ങൾ അറിയാലോ, അതേ ടെക്നിക്കൽ രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് ലോകേഷിൻ്റെ പടം. എനിക്കിപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു മാധവനുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ, അല്ലെങ്കിൽ ചിദംബരമുണ്ട്. നമുക്ക് അതേപോലെ ഇപ്പോഴത്തെ ഒരു യൂത്ത് ഡയറക്ടർ എങ്ങനെയാണോ യൂത്ത് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ എടുക്കുന്ന പോലത്തെ അതേ സെറ്റപ്പിലാണ് ഈ പടം ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് ഇതിന് മുമ്പത്തെ വൈശാഖിൻ്റെ പടങ്ങളൊക്കെ എവിടെയോ ഒരു സിമിലാരിറ്റി തോന്നും. ഏതൊരു ടെംപ്ലേറ്റ്, ഏതൊരു സോണിൽ അവരെല്ലാം കോമണായി മാറുന്നു. അതിവിടെ ഇല്ല. ഇത് പുതിയ രീതിയിൽ തന്നെ എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ ഞെട്ടത് ഇങ്ങനെ ചെയ്ത പടമാണത്. നല്ല ടെക് ടീമുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ജെക്സ് വിജോയാണ്. കിടിലൻ മ്യൂസിക്കാണ് ജെക്സ് വിജയ്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ റീസെൻ്റ്ലി ഐ നോബഡിയുടെ മ്യൂസിക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഐ നോബഡി ഇഷ്ടമായ മ്യൂസിക് വർക്കാണ്. ഇപ്പോൾ ഐ ആം ഗെയിം ദുൽഖറിൻ്റെ പടം ജെക്സ് വിജോയെ മ്യൂസിക് ചെയ്യുന്നത്. അത് പിന്നെ പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ ജെക്സ് വിജോയെ എടുത്ത് ചെയ്യുന്ന ഈ പടം ഈ ഖലീഫ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ അറബിക് ഫ്ലേവറുള്ള മ്യൂസിക് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അറബിക് ഫ്ലേവറുള്ള, ഉദാഹരണത്തിന് തല്ലുമാല മ്യൂസിക് ചെയ്തത് വിഷ്ണു വിജയ തന്നെ സുലേഖ മനസ്സിൽ ചെയ്തേക്കുന്നത്. ഒരു അറബിക് ഫ്ലേവർ ഉണ്ട് അതിൽ.
കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. കാരണം അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ക്യാരക്ടേഴ്സാണ്, അതിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ ആ ഫ്ലേവറിലുള്ള മ്യൂസിക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പേഴ്സണലി എനിക്ക് അറബിക് ഫ്ലേവറുള്ള മ്യൂസിക് എനിക്ക് പറയുന്ന സോങ്സ് എന്ന് പറയുമ്പോൾ കുറേ വർക്കാവും. നമ്മുടെ വിജയ് ആൻ്റണി അങ്ങനെ ചെയ്യാറുണ്ട് പാട്ടുകൾ, ബോളിവുഡിൽ ഹിമേഷ് റെഷമിയ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും മ്യൂസിക് വർക്ക് ആവുന്നതിനൊപ്പം ഈ ഒരു ഫ്ലേവർ കിട്ടിക്കാൻ സെറ്റാണ്. ഇപ്പോൾ ഈ പടത്തിൽ എന്ന് പറയുമ്പോൾ മുസ്ലിം ക്യാരക്ടേഴ്സാണ് എല്ലാവരും, പിന്നെ ദുബായ് സെറ്റപ്പും ആ ഒരു ലെവൽ ഖലീഫ ഡോണാവുന്ന സെറ്റപ്പ് പരിപാടി കാണിക്കുമ്പോൾ ഉള്ള വരുന്ന സ്കോറൊക്കെ പിന്നെ ഊഹിക്കാം. ഒരു 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 ഇതുണ്ടാവും, ഫ്ലേവർ ഉണ്ടാവും, അറബിക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പേഴ്സണലി കൂടുതലും കണക്ട് ചെയ്യാം. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സ് ആയിട്ടും കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കിടിലൻ സോങ്സാണ് പേഴ്സണലി. ഫസ്റ്റ് എനിക്ക് പടത്തിൻ്റെ മ്യൂസിക്. പിന്നെ പൃഥ്വിരാജ് ഏത് വേഷത്തിൽ വന്നാലും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഏത് വേഷത്തിൽ വന്നാലും കോസ്റ്റ്യൂംസ് ലുക്ക് കിടിലൻ. പിന്നെ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ജോമോൻ ടി ജോണിൻ്റെ സിനിമാറ്റോഗ്രഫിയും ചമൻ ചാക്കോൻ്റെ എഡിറ്റിങ്ങുമാണ്, അറിയായിരിക്കും. അപ്പോൾ കിടിലൻ ടീമുണ്ട് ഈ പടത്തിൻ്റെ. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ, തിരക്കഥ, സംഭാഷണം ജിനു അബ്രഹാമാ ചെയ്തേക്കുന്നത്. കഥ എനിക്ക് അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് പവർഫുൾ സ്ക്രിപ്റ്റായിട്ടൊന്നുമല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. സ്ക്രിപ്റ്റ് വൈസ് വലിയ കിടിലൻ സാധനമൊന്നുമല്ല, ബട്ട് ടെക് വൈസ് സാധനം കൊളുത്തിയിട്ടുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയാൽ നല്ല സ്പീക്കേഴ്സൊക്കെ ഉള്ള ഒരു സൗണ്ട് തിയേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കാനുള്ള സാധനങ്ങളുണ്ട്. ആക്ഷൻ കൊണ്ടും പറയുന്ന ഒരു 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 പക്ക ഒരു സെലിബ്രേഷൻ, ഒരു എൻ്റർടൈനർ എന്ന് പറയാം. ആ ഒരു സംഭവമുണ്ട്. സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെ നിൽക്കണം എന്നില്ല. തല്ലുമാല എന്ന പടത്തിൽ എന്ത് സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടാ, ചുമ്മാ തല്ലുണ്ടാക്കുന്നു. പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന രീതി, എഡിറ്റ് ചെയ്തേക്കുന്ന രീതി, ആ പടം എഡിറ്റ് ചെയ്ത ആൾക്ക് സ്റ്റേറ്റ് അവാർഡുണ്ട്. ടെക് സൈഡ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നു ഓഡിയൻസിന്. അതുപോലെ ഈ പടവും ടെക് സൈഡ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഈ പടം കാണുമ്പോൾ. ഞാൻ ആലുവ മാതാമാതിരി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് കാണുന്നത്. എനിക്ക് എറണാകുളത്ത് വേറെ തിയേറ്റർ ഉണ്ടായിട്ടല്ല, ആലുവ ഞാൻ പോയിട്ടില്ല. ഓക്കെ, എറണാകുളത്തിൽ പെടുന്നതാണ് ആലുവ, ഈ പെരുമ്പാവൂരൊക്കെ. പക്ഷേ എൻ്റെ സ്പേസ് വെച്ച് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്, ട്രാവൽ ചെയ്യാനുണ്ട് അത്യാവശ്യം. 1 മണിക്കൂറോളം പോകണം എനിക്ക്, ബസ് കയറി പോകണം. പക്ഷേ ഞാൻ ആ തിയേറ്റർ ഇതുവരെ കണ്ടിട്ടില്ല, ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം എനിക്കെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് സരിത, സവിത, സംഗീത, പഴയ ഷേണൈസ്, പത്മ, ഇപ്പോഴാണ് മൾട്ടിപ്ലക്സ്, സിനിപോളിസ്, PVR ഒക്കെ വരുന്നത്. ഈ പറയുന്ന ഫോറം മോൾ, PVR, PXL. പുതിയ വീടിനടുത്ത് മൈമൂൺ തിയേറ്റർ PVR എടുത്തിട്ടുണ്ട്, പുതിയ PXL വരും വീടിനടുത്ത്. എനിക്ക് മാതാമാതിരി എനിക്ക് ആ പഴയ ആംബിയൻസുള്ളൊരു ഫ്ലേവറുള്ള തിയേറ്റർ കാണണം എന്ന് തോന്നി. കവിതയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പിന്നെ മാതയെ പോകണം, ഇതുവരെയും പോയിട്ടില്ല മാതാമാതിരിയാണ്. അങ്ങനെ മാതാമാതിരിയെ പോകുന്ന ആലുവ അകത്തേക്ക് പോകണം അത്യാവശ്യം, ആലുവയുടെ അകത്തോട്ട്. ദെൻ ഞാൻ മാധുര്യ എന്ന് പറഞ്ഞ സ്ക്രീനിലാണ് പടം കാണുന്നത്. അവിടെ ലേസർ പ്രൊജക്ഷനാണ്, 4K ആണോ 2K ആണോ അറിയില്ല, ലേസർ പ്രൊജക്ഷനാണ്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, കിടിലൻ തിയേറ്റർ. ഞാൻ ഇപ്പോൾ വനിത വിനീത അറിയാം, വനിത വിനീത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 4K ലേസർ പ്രൊജക്ഷനാണ്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, സോഫ സീറ്റാണ്, ഫെയർ റേറ്റാണ് 200 രൂപ. അതുപോലെ എല്ലാ സോഫ സീറ്റാണ്. ഞാൻ മാതയിൽ കയറിയില്ല, മാതയാണ് ഇവിടുത്തെ വലിയ സ്ക്രീൻ, ഈ പറയുന്ന കിങ് സൈസ് തിയേറ്റർ സ്ക്രീൻ. മാതാമാധുരിയിൽ മാതയാണ് കിങ് സൈസ് തിയേറ്റർ എന്ന് പറയുന്നത്, സ്ക്രീൻ എന്ന് പറയുന്നത്. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, വലിയ സ്ക്രീനാണ്. പക്ഷെ അവിടെ ഡോൾബി 7.1 2K ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ നല്ല കാലിബ്രേഷൻ ഉണ്ട് സൗണ്ടിൽ നിന്നാണ് കേൾക്കുന്നത്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തില്ല. മാതയിൽ കിട്ടാൻ ഒരു പടം കിട്ടിയാൽ പോകും. ജനനായകൻ മാതയിൽ കാണുന്നുണ്ടായി, പക്ഷേ ജനനായകൻ എനിക്ക് കാണാൻ പറ്റിയില്ല. മാതയിൽ എനിക്ക് പറ്റിയൊരു പടം, ഒരു നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു ആക്ടറിൻ്റെ ഒരു അങ്ങനത്തെ ടൈപ്പ്, സൂര്യ, വിജയ്, മോഹൻലാൽ അങ്ങനത്തെ ഒരു മൂവി വരുമ്പോൾ മാതയിൽ ട്രൈ ചെയ്യും, പടം പോയി കാണും. മാധുര്യയിലാണ് ഈ പടം ലിസ്റ്റ് ചെയ്തത്, അപ്പോൾ ഞാൻ മാധുര്യയിൽ പോയി കണ്ടു. ഇത്രയും ഇനി പോയി കാണാൻ തോന്നി, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിയ സ്ക്രീൻ. മാധുര്യ ചെറിയ സ്ക്രീനാണ്, വനിത വിനീതയുടെ സ്ക്രീൻ സൈസേ ഉള്ളൂ, ചെറിയ സ്ക്രീനാണ്, ഡോൾബി അറ്റ്മോസ് ആണ്. കിടിലൻ തിയേറ്റർ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തിയേറ്ററിൻ്റെ. പിന്നെ കയറുമ്പോൾ മറ്റേ പഴയ വാതിലൊക്കെ കാണാൻ പറ്റും. ഏത് പഴയ തിയേറ്ററിനൊക്കെ ഒരു വാതിലുണ്ടാവില്ല, ഒരു വുഡ്. എൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അന്നിപ്പോൾ ഇനി കാണാൻ പറ്റില്ല, ഇപ്പോൾ മൾട്ടിപ്ലക്സും രീതികൾ മാറി. അപ്പോൾ പഴയ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തെങ്കിലും അവിടെ ചെന്നാൽ ക്യൂ നിന്നിട്ട് അങ്ങനെ പരിപാടി. നമുക്ക് ഓൺലൈൻ ഈ പറയുന്ന QR കോഡ് കാണിച്ച് നമ്മളകത്ത് കയറ്റില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ പ്രിൻ്റ് എടുപ്പിച്ചിട്ടാണ്, അങ്ങനെയാണ് ഞാൻ കയറുന്നത്, ടിക്കറ്റ് കാണിക്കുന്നത്. അത് ഫിസിക്കൽ ടിക്കറ്റായിട്ട് അവിടെ നിന്ന് സ്കാൻ ചെയ്ത QR കോഡ് സ്കാൻ ചെയ്ത ഫിസിക്കൽ ടിക്കറ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് അകത്ത് കയറുന്നത്. ഒരു വനിതയുടെ സൈസ് സ്ക്രീൻ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോഫ സീറ്റ് ആയിരുന്നല്ല. ടിക്കറ്റ് റേറ്റ് ഞാൻ മറന്നുപോയി, എന്നാലും 10-200 രൂപയേ ഉള്ളൂ, സെറ്റാ. പിന്നെ അവിടെ വരെ പോയി വരുന്ന ട്രാവൽ എക്സ്പെൻസ് വരും, ബട്ട് അത് നോക്കുന്നില്ല. പുതിയൊരു തിയേറ്റർ ഓക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ഒരു സിനിമ കാണാൻ പറ്റി. എനിക്ക് ഏക വിഷമം
തന്നെ സിനിമ കണ്ടതാണ്. ഇത് പക്ക ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റിയ പടമാണ്. പക്ക ഫ്രണ്ട്സായിട്ട് കണ്ട് ഒച്ച ഉണ്ടാക്കി ഓളം ഉണ്ടാക്കി കാണാൻ പറ്റിയൊരു പടം. അയ്യോ പറയാൻ വിട്ടുപോയി. ഇതിൽ നമ്മുടെ മോഹിനി എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്. ഏത് പഴയ പട്ടാഭിഷേകം പഞ്ചാബി ഹൗസിലൊക്കെ നടിയില്ലേ, പൃഥ്വിരാജിന് അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്ന കുറേ നാൾക്ക് ശേഷം കാണുന്ന. കാരണം ഈ ഇങ്ങനെ എവിടെ കടറുണ്ടല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ ക്യാമിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ഊഹിക്കാമല്ലോ ആരാണ് ക്യാമിയോ എന്ന്. അല്ലാണ്ട് ക്യാമിയോസ് ഉണ്ട് കേട്ടോ പടത്തിൽ, കയ്യടി ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. മെയിൻ ക്യാമിയോ പിന്നെ ഊഹിക്കാം ഏത് വ്യക്തിയായിരുന്നു. അതൊക്കെ ഒരു ഓളായിരുന്നു. ആൻഡ് പടത്തിൻ്റെ അവസാനം നമുക്കൊരു ആനിമൽ കണ്ടിട്ടുള്ളവരൊക്കെ മനസ്സിലാവും. ആനിമൽ സിനിമയുടെ ലാസ്റ്റ് എങ്ങനെയാണ്, ആ ഒരു സംഭവം തോന്നി എനിക്ക്. പടത്തിൻ്റെ അവസാനത്തെ ഒരു സീനിൽ ആ ഒരു ഇത് യൂസ് ചെയ്ത പോലെ തോന്നി. ആനിമൽ സിനിമയുടെ അവസാനം അറിയാലോ, രണ്ടാമത് രൺബീർ കപൂർ മറ്റേ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വരുന്നു, ആനിമൽ പാർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ. ആ ഒരു സംഭവം ഈ പടത്തിലുണ്ട്. ഈവൻ കോസ്റ്റ്യൂം അടക്കം, വൈറ്റ് ഷെയ്ഡ് കോസ്റ്റ്യൂം, വേറൊരു കോസ്റ്റ്യൂമെങ്കിലും പിടിച്ച ഓഡിയൻസിന് പെട്ടെന്ന് വരുന്ന ഒരു തോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കായിരുന്നു. അങ്ങനെ ആവേശം സിനിമയിലൊരു സംഭവമുണ്ട്, എനിക്കത് തോന്നി ഈ പടത്തിൽ. ഈ പടം കണ്ട ആനിമൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കും. ഈ പടത്തിൻ്റെ അവസാനം ആവേശവും അടിക്കും. ആവേശത്തിലെ ഫൈറ്റ് സീനിൽ ഇപ്പോൾ ഇതാണ് ഏത് ആവേശത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ടൊരു മറ്റേ ഇൻ്റർവെൽ ഫൈറ്റ് വരുമല്ലോ. അപ്പോൾ ഇൻ്റർവെൽ ഫൈറ്റിൽ ഈ ഒരു അപ്പാപ്പൻ ചാടി അടിക്കുന്നു, ഇവരുടെ കൂട്ടത്തിലുള്ള രംഗണ്ണൻ്റെ ടീമിലുള്ള അപ്പാപ്പൻ ചാടി അടിക്കുന്നു, ഹിന്ദിക്കാർ ചാടി അടിക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കില്ല. അങ്ങനത്തെ ഒരു സംഭവം ഈ പടത്തിൽ. പിന്നെ ടൈറ്റിൽ കാർഡ് 15ാമത്തെ മിനിറ്റിലാണ് വരുന്നത്. പടത്തിൻ്റെ 15th മിനിറ്റിലാണ് ടൈറ്റിൽ കാർഡ്. അതൊരു ഫസ്റ്റ് ഫൈറ്റ് സീനിൻ്റെ ഇടയിൽ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നു. അതും 2 സെക്കൻഡേ കാണിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഫോൺ എടുത്ത് വെക്കാനോ നേരം പോലും കിട്ടില്ല. 2 സെക്കൻഡ് ഉണ്ടാവും ഖലീഫ എന്ന് എഴുതി കാണിക്കും, പിന്നെ മാറും. പിന്നെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെയും ഖലീഫ എന്ന് മലയാളത്തിൽ എഴുതി കാണിക്കും. അത് 2 സെക്കൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതും പോകും. 2 സെക്കൻഡേ ഉള്ളൂ. 15ാമത്തെ മിനിറ്റിൽ ഫസ്റ്റ് ഫൈറ്റ് സീൻ കഴിഞ്ഞ് 15th മിനിറ്റിൽ ടൈറ്റിൽ കാർഡ് കാണിക്കും. എല്ലാം കൊണ്ടൊരു എൻ്റർടൈനറാണ് പടം. ഫ്രണ്ട്സായിട്ട് പോവാം, അതാണ് കുറച്ചും കൂടി ബെസ്റ്റ് ഓപ്ഷൻ. തന്നെ പോകുന്നതിനേക്കാളും നല്ലത്. എന്തായാലും ഉറപ്പൊളിച്ച് രാവിലെ പോയി കണ്ടതിന് മോശം തോന്നിയില്ല. നല്ലൊരു പടം. പേഴ്സണലി എനിക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവാം, ഇത് എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെയായിരുന്നു എനിക്ക് ഖലീഫ എന്ന സിനിമ. എന്തൊക്കെയോ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ബട്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.